നെക്സ്റ്റ് സെക്ഷൻ വിൽസൺസ് തിയറം. പി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ പി മൈനസ് വൺ ഫാക്ടോറിയൽ പ്ലസ് വൺ പിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് വിൽസൺസ് തിയറത്തിൽ പറയുന്നത്. ഈ തിയറത്തിൻ്റെ ആക്ച്വൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് പി ഈസ് എ പ്രൈം നമ്പർ ദെൻ പി മൈനസ് വൺ ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു മൈനസ് വൺ മോഡ്ലോ പി. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. പി ഈക്വൽ ടു 2 ആകുമ്പോൾ പി മൈനസ് വൺ ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ആണ്. സോ പി മൈനസ് വൺ ഫാക്ടോറിയൽ പ്ലസ് 1 ഈക്വൽ ടു 2. അത് പി തന്നെയാണ്. പി ഈക്വൽ ടു 3 ആകുമ്പോൾ പി മൈനസ് വൺ ഫാക്ടോറിയൽ ഈക്വൽ ടു 2 ഫാക്ടോറിയൽ വിച്ച് ഇസ് ഈക്വൽ ടു 2. സോ പി മൈനസ് വൺ ഫാക്ടോറിയൽ പ്ലസ് 1 ഈക്വൽ ടു 3. അതും പി തന്നെയാണ്. സോ രണ്ട് കേസിലും പി മൈനസ് വൺ ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു മൈനസ് വൺ മോഡ്ലോ പി എന്നുള്ളത് ട്രിവിയലായിട്ട് ഹോൾഡ് ചെയ്യും. ദെൻ 3യേക്കാൾ ലാർജറായ ഏതെങ്കിലും ഒരു പ്രൈം നമ്പറാണ് പി എന്ന് അസ്യൂം ചെയ്യുക. പി ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് പിയേക്കാൾ താഴെയുള്ള ഓരോ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും പിയോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അതായത് 1 മുതൽ പി മൈനസ് വൺ വരെയുള്ള ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ചൂസ് ചെയ്താലും ആ നമ്പർ പിയോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. എ എന്നുള്ളത് 1 മുതൽ പി മൈനസ് വൺ വരെയുള്ള ഇൻറ്റിജേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ. ദെൻ ജി സി ഡി ഓഫ് എ കോമ പി ഈക്വൽ ടു 1 ആയിരിക്കും. നൗ കൺസിഡർ ദി ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ പി. ജി സി ഡി ഓഫ് എ കോമ പി ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഈ ലീനിയർ കോൺഗ്രുവൻസിന് കോൺഗ്രുവൻറ്റ് മോഡ്ലോ പിയിൽ യുണീക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. So there exists a unique integer a1 with 1 less than or equal to a1 less than or equal to p minus 1 satisfying a into a1 congruent to 1 modulo p. ഇത്തരത്തിലുള്ള രണ്ട് നമ്പേഴ്സിനെയാണ് അസോസിയേറ്റ് റെസിഡ്യൂസ് എന്ന് വിളിക്കുന്നത്. അതായത് a into b കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ പി ആണെങ്കിൽ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് എ കോമ ബിനെ കോൺഗ്രുവൻറ്റ് മോഡ്ലോ പിയിലുള്ള അസോസിയേറ്റ് റെസിഡ്യൂസ് എന്ന് വിളിക്കും. ഇവിടെ a into a1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ പി ആണ്. ചിലപ്പോൾ എയും a1ഉം സെയിം ആയിരിക്കാം, അതല്ലെങ്കിൽ അല്ലാതിരിക്കാം. a1 ഈക്വൽ ടു എ ആണെങ്കിൽ എബോവ് കോൺഗ്രുവൻസ് റിലേഷനിൽ നിന്നും എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ പി എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ്ലോ പി. എ സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു എ മൈനസ് 1 ഇൻറ്റു എ പ്ലസ് 1 ആയതുകൊണ്ട് വിച്ച് ഇംപ്ലൈസ് എ മൈനസ് 1 ഇൻറ്റു എ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ്ലോ പി. ദാറ്റ് ഈസ് എ മൈനസ് 1 ഇൻറ്റു എ പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ പി. പി ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ടും എ മൈനസ് 1ഉം എ പ്ലസ് 1ഉം ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ടും ഇതിൽ നിന്നും എയ്തർ പി ഡിവൈഡ്സ് എ പ്ലസ് 1 ഓർ പി ഡിവൈഡ്സ് എ മൈനസ് 1 എന്ന് കിട്ടും. എ ലെസ് ദാൻ പി ആയതുകൊണ്ട് പി ഡിവൈഡ്സ് എ പ്ലസ് 1 ആവണമെന്നുണ്ടെങ്കിൽ എ പ്ലസ് 1 ഈക്വൽ ടു പി ആയിരിക്കണം. അതുപോലെ പി ഡിവൈഡ്സ് എ മൈനസ് 1 ആവണമെന്നുണ്ടെങ്കിൽ എ മൈനസ് 1 ഈക്വൽ ടു 0 ആയിരിക്കണം. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 1 ആയിരിക്കണം. സോ എയ്തർ എ പ്ലസ് 1 ഈക്വൽ ടു പി ഓർ എ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എയ്തർ എ ഈക്വൽ ടു പി മൈനസ് 1 ഓർ എ ഈക്വൽ ടു 1. സോ ഒരു നമ്പറിൻ്റെ കോൺഗ്രുവൻറ്റ് മോഡ്ലോ പിയിലുള്ള അസോസിയേറ്റ് റെസിഡ്യൂ അത് തന്നെ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ നമ്പർ പി മൈനസ് 1 ആവണം, അതല്ലെങ്കിൽ ആ നമ്പർ 1 ആവണം. ദെൻ 1 മുതൽ പി മൈനസ് 1 വരെയുള്ള ഇൻറ്റിജേഴ്സിൽ നിന്നും 1ഉം പി മൈനസ് 1ഉം ഒഴിവാക്കിയാൽ ബാക്കിയുള്ള നമ്പേഴ്സ് 2, 3, എക്സെട്ര, പി മൈനസ് 2 ഇവ ടോട്ടൽ പി മൈനസ് 3 ഇൻറ്റിജേഴ്സ് ഉണ്ട്. പി ഗ്രേറ്റർ ദാൻ 3 ആയതുകൊണ്ട് പി ഒരു ഓഡ് പ്രൈം നമ്പർ ആയിരിക്കും. സോ പി മൈനസ് 3 ഈസ് എൻ ഈവൻ നമ്പർ. ദെൻ നേരത്തെ പറഞ്ഞ പി മൈനസ് 3 നമ്പേഴ്സ് അവയുടെ അസോസിയേറ്റ് റെസിഡ്യൂസുമായിട്ട് ഗ്രൂപ്പ് ചെയ്താൽ ഇവിടെ 1/2 ഇൻറ്റു പി മൈനസ് 3 പെയേഴ്സ് ഉണ്ടായിരിക്കും. ഇതിൽ ഓരോ പെയറിലെയും ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ പി ആയതുകൊണ്ട് ഈ ടോട്ടൽ പി മൈനസ് 3 ഇൻറ്റിജേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ പി ആയിരിക്കും. ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 2 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ പി. 1 ഇൻറ്റു പി മൈനസ് 1 പ്ലസ് 1 ഈക്വൽ ടു പി ആയതുകൊണ്ട് 1 ഇൻറ്റു പി മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു മൈനസ് 1 മോഡ്ലോ പി. സോ കോൺഗ്രുവൻസ് റിലേഷൻസ് 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 2 ഇൻറ്റു പി മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 ഇൻറ്റു മൈനസ് 1 മോഡ്ലോ പി എന്ന് കിട്ടും. ദാറ്റ് ഈസ് പി മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു മൈനസ് 1 മോഡ്ലോ പി. ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ വിൽസൺസ് തിയറത്തിൻ്റെ പ്രൂഫിൽ കോൺഗ്രുവൻസ് റിലേഷൻ 1ൽ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി മൈനസ് 2 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ പി. ലെഫ്റ്റ് സൈഡിലുള്ളത് പി മൈനസ് 2 ഫാക്ടോറിയലാണ്. സോ ഇഫ് പി ഈസ് എ പ്രൈം നമ്പർ ദെൻ പി മൈനസ് 2 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ പി. ഇതാണ് റിമാർക്ക് 1ൽ പറയുന്നത്. ദെൻ വിൽസൺസ് തിയറത്തിൻ്റെ കോൺവേഴ്സ് ട്രൂ ആണെന്നാണ് റിമാർക്ക് 2ൽ പറയുന്നത്. That is if n minus 1 factorial congruent to minus 1 modulo n, then n must be a prime.
ഇത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി n പ്രൈം അല്ല എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ n-ന് 1-ഓ ആ നമ്പറോ അല്ലാതെ അറ്റ്ലീസ്റ്റ് 1 പോസിറ്റീവ് ഡിവൈസറെങ്കിലും ഉണ്ടായിരിക്കും. അത് d ആണെന്ന് വിചാരിക്കുക. സോ 1 ലെസ് ദാൻ d ലെസ് ദാൻ n ആൻഡ് d ഡിവൈഡ്സ് n. ഓൾസോ d ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 ആയതുകൊണ്ട് n-1 ഫാക്ടോറിയലിലെ ഒരു ഫാക്ടർ ആയിരിക്കും d. സോ d ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ. നമ്മുടെ അസംഷൻ n-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ n എന്നാണ്. അതിൽ നിന്നും n ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1 എന്ന് കിട്ടും. d n-ൻ്റെ ഒരു ഫാക്ടർ ആയതുകൊണ്ട് d ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1. സോ d ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ ആൻഡ് d ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1. സോ അവയുടെ ഡിഫറൻസിനെയും d ഡിവൈഡ് ചെയ്യും. അതായത് d ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1 മൈനസ് n-1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് d ഡിവൈഡ്സ് 1. ഇത് പോസിബിൾ അല്ല, കാരണം 1 ലെസ് ദാൻ d ലെസ് ദാൻ n ആണ്. സോ n പ്രൈം അല്ല എന്നുള്ള നമ്മുടെ അസംഷൻ റോങ് ആണ്. ദെയർഫോർ n ഈസ് എ പ്രൈം നമ്പർ. ദാറ്റ് ഈസ് ഇഫ് n-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ n, then n ഈസ് എ പ്രൈം നമ്പർ. സോ വിൽസൺസ് തിയറത്തിൻ്റെ കോൺവേഴ്സും പ്രൂവ് ആണ്. അതാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. ദെൻ ax² + bx + c കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ n വിത്ത് a നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ n. ഈ ഫോമിലുള്ള കോൺഗ്രുവൻസുകളെയാണ് ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് എന്ന് വിളിക്കുന്നത്. x² + 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ p where p is a not prime number. ഈ ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് സോൾവബിൾ ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം 2, ദി ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസ് x² + 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ p where p is a not prime has a solution if and only if p congruent to 1 modulo 4. അതായത് ഗിവൻ ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസിന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ p-1 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. ആദ്യം ഈ ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസിന് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ഈ കോൺഗ്രുവൻസ് റിലേഷൻ്റെ ഏതെങ്കിലും ഒരു സൊല്യൂഷനാണ് എന്ന് അസ്യൂം ചെയ്യുക. സോ a² + 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ p, ദാറ്റ് ഈസ് a² കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ p. ഫസ്റ്റ് ചാപ്റ്ററിലെ യൂക്ലിഡിയൻ ആൽഗരിതം അപ്ലൈ ചെയ്താൽ ഏതൊരു നാച്ചുറൽ നമ്പറിനെയും 4k, 4k + 1, 4k + 2, 4k + 3 where k is any integer, ഈ 4 ഫോംസിൽ ഏതെങ്കിലും ഒരു ഫോമിൽ എഴുതുവാൻ സാധിക്കും. കാരണം ഏതൊരു നാച്ചുറൽ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 0, 1, 2, 3 ഇവയിൽ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയിരിക്കും. സോ ഇവിടെയുള്ള പ്രൈം നമ്പർ p-യെയും ഈ 4 ഫോംസിൽ ഏതെങ്കിലും ഒരു ഫോമിൽ എഴുതുവാൻ സാധിക്കും. ഈ 4 ഫോമിൽ 4kയും 4k + 2ഉം ഈവൻ നമ്പേഴ്സാണ്. p ഒരു ഓഡ് പ്രൈം നമ്പർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ p = 4k, അതുപോലെ p = 4k + 2, ഇത് രണ്ടും പോസിബിൾ അല്ല. സോ എയ്തർ p = 4k + 1 or p = 4k + 3 where k is any integer. a² കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ p ആയതുകൊണ്ട് p എയുടെ ഒരു ഫാക്ടർ ആയിരിക്കില്ല. കാരണം p എയുടെ ഒരു ഫാക്ടർ ആണെങ്കിൽ a²ൻ്റെയും ഫാക്ടർ ആയിരിക്കും. സോ a² കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ p ആകും. അത് പോസിബിൾ അല്ല. സോ p ഡസ് നോട്ട് ഡിവൈഡ്സ് a. ദെൻ ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ a⁻p-1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ p എന്ന് കിട്ടും. p-1 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് a⁻p-1നെ നമുക്ക് a²p-1/2 എന്ന് എഴുതാം. സോ 1 കോൺഗ്രുവൻറ്റ് ടു a⁻p-1 മോഡുലോ p ഇംപ്ലൈസ് 1 കോൺഗ്രുവൻറ്റ് ടു a²p-1/2 മോഡുലോ p. a² കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ p ആയതുകൊണ്ട് വിച്ച് ഇംപ്ലൈസ് 1 കോൺഗ്രുവൻറ്റ് ടു -1p-1/2 മോഡുലോ p. ദെൻ p = 4k + 3 ആണെങ്കിൽ p-1/2 = 2k + 1 ആയിരിക്കും. അതൊരു ഓഡ് നമ്പർ ആയതുകൊണ്ട് -1p-1/2 = -1 ആയിരിക്കും. സോ എബവ് ലീനിയർ കോൺഗ്രുവൻസിൽ നിന്നും 1 കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ p എന്ന് കിട്ടും. ദാറ്റ് ഈസ് p ഡിവൈഡ്സ് 1 - -1, ദാറ്റ് ഈസ് p ഡിവൈഡ്സ് 2. ബട്ട് p ഒരു ഓഡ് പ്രൈം നമ്പർ ആയതുകൊണ്ട് ഇത് പോസിബിൾ അല്ല. സോ p = 4k + 3 എന്നുള്ളത് പോസിബിൾ അല്ല. Therefore p must be of the form 4k + 1 where k is any integer. p = 4k + 1 ആയതുകൊണ്ട് p കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 4 ആയിരിക്കും. സോ x² + 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ p എന്നുള്ള ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസിനെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് അസ്യൂം ചെയ്തപ്പോൾ
p congruent to 1 modulo 4 എന്ന് കിട്ടി. ഇതാണ് നമുക്ക് ആദ്യത്തെ പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. കോൺവേഴ്സ്ലി p congruent to 1 modulo 4 ആണെന്ന് അസ്യൂം ചെയ്യുക. p ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് വിൽസൺസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ p - 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ p എന്ന് കിട്ടും. p - 1 + 1 ഈക്വൽ ടു p ആയതുകൊണ്ട് p - 1 കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ p. p - 2 + 2 ഈക്വൽ ടു p ആയതുകൊണ്ട് p - 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 മോഡുലോ p. p + 1/2 + p - 1/2 ഈക്വൽ ടു p ആയതുകൊണ്ട് p + 1/2 കോൺഗ്രുവൻറ്റ് ടു p - 1/2 മോഡുലോ p ആയിരിക്കും. p ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് p + 1/2 p - 1/2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. നമുക്കറിയാം p - 1 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 × 2 × എക്സെട്ര × p - 1/2 × p + 1/2 × എക്സെട്ര × p - 2 × p - 1. ദെൻ നേരത്തെ പറഞ്ഞ 1/2 × p - 1 ലീനിയർ കോൺഗ്രുവൻസസുകൾ യൂസ് ചെയ്യുമ്പോൾ p - 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു 1 × 2 × എക്സെട്ര × p - 1/2 × മൈനസ് ഓഫ് p - 1/2 × എക്സെട്ര × -2 × -1 മോഡുലോ p എന്ന് കിട്ടും. ദെൻ ഇവിടെ p - 1/2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സും അവയുടെ അഡിറ്റീവ് ഇൻവേഴ്സായ p - 1/2 നെഗറ്റീവ് ഇൻറ്റിജേഴ്സും ഉണ്ട്. സോ വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 p - 1/2 × 1 × 2 × എക്സെട്ര × p - 1/2 ഹോൾ സ്ക്വയർ മോഡുലോ p. ദാറ്റ് ഈസ് p - 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 p - 1/2 × p - 1/2 ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ മോഡുലോ p. p കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 4 ആയതുകൊണ്ട് p = 4k + 1 ഈ ഒരു ഫോമിലായിരിക്കും. സോ p - 1/2 = 2k. അതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട് -1 p - 1/2 = 1 ആയിരിക്കും. സോ p - 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു p - 1/2 ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ മോഡുലോ p. p - 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ p and p - 1 factorial congruent to p - 1/2 factorial whole square modulo p. ഇതിൽ നിന്നും ട്രാൻസിറ്റിവിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ p - 1/2 factorial whole square congruent to -1 മോഡുലോ p എന്ന് കിട്ടും. ദാറ്റ് ഈസ് p - 1/2 factorial whole square + 1 congruent to 0 മോഡുലോ p. Therefore p - 1/2 factorial satisfies the quadratic congruence x² + 1 congruent to 0 മോഡുലോ p. സോ x² + 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ p എന്നുള്ള ക്വാഡ്രാറ്റിക് കോൺഗ്രുവൻസിന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് കോൺവേഴ്സ് പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ തിയറംസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി റിമൈൻഡർ വെൻ 18 ഫാക്ടോറിയൽ ഈസ് ഡിവൈഡഡ് ബൈ 23. 18 ഫാക്ടോറിയലിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ കണ്ടുപിടിക്കുവാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. 23 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് വിൽസൺസ് തിയറം യൂസ് ചെയ്യുമ്പോൾ 23 - 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ 23 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 22 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ 23. നമുക്കറിയാം 22 ഫാക്ടോറിയൽ ഈക്വൽ ടു 22 × 21 × 20 × 19 × 18 ഫാക്ടോറിയൽ ആണെന്ന്, വിച്ച് ഈസ് ഈക്വൽ ടു 23 - 1 × 23 - 2 × 23 - 3 × 23 - 4 × 18 ഫാക്ടോറിയൽ. ഇതിലെ ഫസ്റ്റ് 4 ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടേം ഒഴികെ ബാക്കി എല്ലാ ടേംസിലെയും ഒരു ഫാക്ടർ ആയിരിക്കും 23. സോ ആ ടേംസ് എല്ലാം 23യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. സോ അവയുടെ സമ്മും 23യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. 23 ഫാക്ടർ അല്ലാത്ത ഒരു ടേം ഇതാണ് -1 × -2 × -3 × -4. ദാറ്റ് ഈസ് 1 × 2 × 3 × 4. സോ 22 ഫാക്ടോറിയൽ ഈക്വൽ ടു multiple of 23 plus 1 × 2 × 3 × 4 × 18 factorial, which is equal to multiple of 23 plus 24 × 18 factorial, which is equal to multiple of 23 plus 23 plus 1 × 18 factorial. So 22 factorial equal to multiple of 23 plus 1 × 18 factorial, which is equal to multiple of 23 × 18 factorial plus 1 × 18 factorial. Hence 22 factorial minus 18 factorial is a multiple of 23, which implies 22 factorial congruent to 18 factorial modulo 23. So 22 factorial congruent to -1 modulo 23 and 22 factorial congruent to 18 factorial modulo 23. അതിൽ നിന്നും 18 factorial congruent to
-1 മോഡുലോ 23 എന്ന് കിട്ടും. -1 കോൺഗ്രുവൻറ്റ് ടു 22 മോഡുലോ 23 ആയതുകൊണ്ട് 18 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു 22 മോഡുലോ 23 എന്ന് കിട്ടും. സോ 18 ഫാക്ടോറിയലിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 22 ആണ്. ഇത് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Then next question, show that 16 factorial plus 86 is a multiple of 323. 16 factorial plus 86 323യുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 323 ഒരു പ്രൈം നമ്പർ അല്ലാത്തതുകൊണ്ട് ആദ്യം ആ നമ്പറിന് പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. 323 ഈക്വൽ ടു 17 ഇൻറ്റു 19 ആണ്. 17 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് 16 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ 17 എന്ന് കിട്ടും. വിൽസൺ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 16 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 17. 85 17ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 16 ഫാക്ടോറിയൽ പ്ലസ് 1ൻ്റെ കൂടെ 85 ആഡ് ചെയ്താലും റിസൾട്ടിങ് സമ്മും 17ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 16 ഫാക്ടോറിയൽ പ്ലസ് 86 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 17. ഓൾസോ 19 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് വിൽസൺസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 18 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 19 എന്ന് കിട്ടും. 18 ഇൻറ്റു 17 ഇൻറ്റു 16 ഫാക്ടോറിയൽ ആണ് 18 ഫാക്ടോറിയൽ. So 18 into 17 into 16 factorial plus 1 is a multiple of 19. That is 19 minus 1 into 19 minus 2 into 16 factorial plus 1 is a multiple of 19. Bracket open ചെയ്യുമ്പോൾ ഫസ്റ്റ് 3 ടൈംസിലും 19 ഒരു ഫാക്ടർ ആയതുകൊണ്ട് മൾട്ടിപ്പിൾ ഓഫ് 19 പ്ലസ് -1 ഇൻറ്റു -2 ഇൻറ്റു 16 ഫാക്ടോറിയൽ പ്ലസ് 1 is a multiple of 19 എന്ന് കിട്ടും. which implies 1 into 2 into 16 factorial plus 1 is a multiple of 19. That is 2 into 16 factorial plus 1 is a multiple of 19. ഇതിൻ്റെ കൂടെ 19 ആഡ് ചെയ്താലും റിസൾട്ടിങ് സമ്മ് 19ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 2 into 16 factorial plus 20 is a multiple of 19. 2ഉം 19ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് 2 ഡിവൈഡ് ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 16 factorial plus 10 is a multiple of 19 എന്ന് കിട്ടും. ദെൻ 76 19ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 16 ഫാക്ടോറിയൽ പ്ലസ് 10ൻ്റെ കൂടെ 76 ആഡ് ചെയ്താലും റിസൾട്ടിങ് സമ്മ് 19ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 16 ഫാക്ടോറിയൽ പ്ലസ് 86 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 19. സോ 16 ഫാക്ടോറിയൽ പ്ലസ് 86 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 17 ആൻഡ് 19. ഓൾസോ 17 ആൻഡ് 19 ആർ റിലേറ്റീവ്ലി പ്രൈം. ഹെൻസ് 16 ഫാക്ടോറിയൽ പ്ലസ് 86 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 17 ഇൻറ്റു 19. That is 16 factorial plus 86 is a multiple of 323. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. Then next question, find the remainder when 2 into 26 factorial is divided by 29. 29 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് വിൽസൺ തിയറം അപ്ലൈ ചെയ്താൽ 28 factorial congruent to -1 മോഡുലോ 29 എന്ന് കിട്ടും. ബട്ട് 28 factorial equal to 28 into 27 into 26 factorial ആണ്. which is equal to 29 minus 1 into 29 minus 2 into 26 factorial. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 28 ഫാക്ടോറിയൽ ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 29 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 26 ഫാക്ടോറിയൽ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 28 ഫാക്ടോറിയൽ മൈനസ് 2 ഇൻറ്റു 26 ഫാക്ടോറിയൽ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 29, വിച്ച് ഇംപ്ലൈസ് 28 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 ഇൻറ്റു 26 ഫാക്ടോറിയൽ മോഡുലോ 29. 28 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ 29 എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ 2 ഇൻറ്റു 26 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ 29. -1 കോൺഗ്രുവൻറ്റ് ടു 28 മോഡുലോ 29 ആയതുകൊണ്ട് 2 ഇൻറ്റു 26 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു 28 മോഡുലോ 29 എന്ന് കിട്ടും. സോ 2 ഇൻറ്റു 26 ഫാക്ടോറിയലിനെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 28 ആണ്. അത് കണ്ടുപിടിക്കുവാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Next question, if p is a prime number and p equal to 4m plus 1 where m is a positive integer, prove that 2m factorial whole square plus 1 is divisible by p. അതായത് p ഒരു പ്രൈം നമ്പറും p -1 4ൻ്റെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ മൾട്ടിപ്പിളും ആണെങ്കിൽ 2m ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ പ്ലസ് 1 പിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. p ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് വിൽസൺസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ p -1 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ p എന്ന് കിട്ടും. p ഈക്വൽ ടു 4m പ്ലസ് 1 ആയതുകൊണ്ട് ഇതിൽ നിന്നും 4m പ്ലസ് 1 -1 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ p. ദാറ്റ് ഈസ് 4m ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ p. ദെൻ 4m ഫാക്ടോറിയൽ ഈക്വൽ ടു 2m ഫാക്ടോറിയൽ ഇൻറ്റു
2m plus 1 into 2m plus 2 into etc. into 4m ആയതുകൊണ്ട് 2m factorial into 2m plus 1 into 2m plus 2 into etc. into 4m plus 1 is congruent to 0 modulo p. Then p equal to 4m plus 1 ആയതുകൊണ്ട് p minus 2m equal to 2m plus 1 ആണ്. അതുപോലെ p minus of 2m minus 1 equal to 2m plus 2 etc. p minus 1 equal to 4m. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ 2m factorial into p minus 2m into p minus of 2m minus 1 into etc. into p minus 1 plus 1 congruent to 0 modulo p എന്ന് കിട്ടും. ദെൻ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ടേം ഒഴികെ ബാക്കി എല്ലാ ടേംസിലും പി ഒരു ഫാക്ടർ ആയിരിക്കും. സോ അവയുടെ സമ്മ് പിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. പി ഫാക്ടർ അല്ലാത്ത ലാസ്റ്റ് ടേം മൈനസ് 2m ഇൻറ്റു മൈനസ് ഓഫ് 2m മൈനസ് 1 ഇൻറ്റു മൈനസ് ഓഫ് 2m മൈനസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു മൈനസ് 2 ഇൻറ്റു മൈനസ് 1 ആണ്. ഇതിൽ ടോട്ടൽ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആയതുകൊണ്ട് ഈ ടേം 2m ഇൻറ്റു 2m മൈനസ് 1 ഇൻറ്റു 2m മൈനസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 2 ഇൻറ്റു 1 ആയിരിക്കും. അത് 2m ഫാക്ടോറിയൽ ആണ്. സോ നേരത്തെ കിട്ടിയ ലീനിയർ കോൺഫറൻസിൽ നിന്നും 2m ഫാക്ടോറിയൽ ഇൻറ്റു മൾട്ടിപ്പിൾ ഓഫ് p പ്ലസ് 2m ഫാക്ടോറിയൽ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ p എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2m ഫാക്ടോറിയൽ പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് p പ്ലസ് 2m ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് p. ഇതിൽ നിന്നും 2m ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് p എന്ന് കിട്ടും. ഹെൻസ് 2m ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ p. ദാറ്റ് ഈസ് 2m ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഈസ് ഡിവിസിബിൾ ബൈ p. ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി റിമൈൻഡർ വെൻ 15 ഫാക്ടോറിയൽ ഈസ് ഡിവൈഡഡ് ബൈ 17. 15 ഫാക്ടോറിയലിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 17 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് വിൽസൺസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 16 ഫാക്ടോറിയൽ പ്ലസ് 1 17ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടും. ദെൻ നമുക്കറിയാം 16 ഫാക്ടോറിയൽ എന്നുള്ളത് 16 ഇൻറ്റു 15 ഫാക്ടോറിയൽ ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ 16 ഇൻറ്റു 15 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 17. 16ന് പകരം 17 മൈനസ് 1 റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ 17 മൈനസ് 1 ഇൻറ്റു 15 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 17 എന്ന് കിട്ടും. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 17 മൈനസ് 1 ഇൻറ്റു 15 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 17 എന്ന് കിട്ടും. അതായത് മൈനസ് 1 ഇൻറ്റു 15 ഫാക്ടോറിയൽ പ്ലസ് 1 17ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതിൽ നിന്നും മൈനസ് 15 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 1 മോഡുലോ 17. ദെൻ മൈനസ് 1 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 17 എന്ന് കിട്ടും. അതായത് 15 ഫാക്ടോറിയലിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 1 ആണ്. അത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് 18 ഫാക്ടോറിയൽ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 437. അതായത് 18 ഫാക്ടോറിയൽ പ്ലസ് 1 437ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്നാണ് നമുക്കിവിടെ വെരിഫൈ ചെയ്യേണ്ടത്. 437 ഒരു പ്രൈം നമ്പർ അല്ല. ആദ്യം ആ നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. 437നെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 19 ഇൻറ്റു 23. 19 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് വിൽസൺ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 18 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 19 എന്ന് കിട്ടും. 23 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് വിൽസൺ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 22 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 23 എന്ന് കിട്ടും. ദെൻ നമുക്കറിയാം 22 ഫാക്ടോറിയൽ എന്നുള്ളത് 22 ഇൻറ്റു 21 ഇൻറ്റു 20 ഇൻറ്റു 19 ഇൻറ്റു 18 ഫാക്ടോറിയൽ ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ 22 ഇൻറ്റു 21 ഇൻറ്റു 20 ഇൻറ്റു 19 ഇൻറ്റു 18 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 23. ദാറ്റ് ഈസ് 23 മൈനസ് 1 ഇൻറ്റു 23 മൈനസ് 2 ഇൻറ്റു 23 മൈനസ് 3 ഇൻറ്റു 23 മൈനസ് 4 ഇൻറ്റു 18 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 23. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ടൈം ഒഴികെ ബാക്കി എല്ലാ ടൈംസിൻ്റെയും ഒരു ഫാക്ടർ ആയിരിക്കും 23. സോ അവയുടെ സമ്മ് 23യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ 23 ഫാക്ടർ അല്ലാത്ത ലാസ്റ്റ് ടൈം -1 ഇൻറ്റു -2 ഇൻറ്റു -3 ഇൻറ്റു -4 ആണ്. ഇവിടെ ടോട്ടൽ ഈവൻ നമ്പർ ഓഫ് ടൈംസ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആണ്. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 23 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 18 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 23 എന്ന് കിട്ടും. ദെൻ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്നുള്ളത് 24 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 23 പ്ലസ് 1. അത് യൂസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 23 പ്ലസ് 23 പ്ലസ് 1 ഇൻറ്റു 18 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 23 എന്ന് കിട്ടും. അതായത് മൾട്ടിപ്പിൾ ഓഫ് 23 പ്ലസ് 18 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 23.
അതിൽ നിന്നും 18 ഫാക്ടോറിയൽ പ്ലസ് 1 23യുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് കിട്ടും. സോ 18 ഫാക്ടോറിയൽ പ്ലസ് 1 19ൻ്റെയും 23യുടെയും മൾട്ടിപ്പിൾസ് ആണ്. 19ഉം 23യും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ഇതിൽ നിന്നും 18 ഫാക്ടോറിയൽ പ്ലസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 19 × 23 എന്ന് കിട്ടും. അതായത് 18 ഫാക്ടോറിയൽ പ്ലസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 437 which implies 18 ഫാക്ടോറിയൽ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 437. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. Then next question, if P is a prime of the form 4 × m minus 1, show that 2 × m minus 1 factorial whole square minus 1 congruent to 0 modulo P. അതായത് 4 × m minus 1 ഈ ഒരു ഫോമിലുള്ള ഒരു പ്രൈം നമ്പറാണ് P എന്നുണ്ടെങ്കിൽ 2m minus 1 factorial whole square minus 1 Pയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. P ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് വിൽസൺസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ P minus 1 factorial congruent to -1 മോഡുലോ P എന്ന് കിട്ടും. P equal to 4 × m minus 1 ആയതുകൊണ്ട് ഇതിൽ നിന്നും 4 × m minus 2 factorial congruent to -1 മോഡുലോ P എന്ന് കിട്ടും. ദെൻ 4m minus 2 എന്നുള്ളത് 2 × 2m minus 1 ആണ്. അതിൽ നിന്നും 2 × 2m minus 1 factorial congruent to -1 മോഡുലോ P. ദെൻ നമുക്കറിയാം 2 × 2m minus 1 factorial എന്നുള്ളത് 2m minus 1 factorial into 2m minus 1 plus 1 into 2m minus 1 plus 2 into etc. into 2 × 2m minus 1 ആണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ 2 × m minus 1 factorial into 2 × m minus 1 plus 1 into 2 × m minus 1 plus 2 into etc. into 2 × 2m minus 1 is congruent to -1 മോഡുലോ P എന്ന് കിട്ടും. അതിൽ നിന്നും 2m minus 1 factorial into 4m minus 1 minus of 2m minus 1 into 4m minus 1 minus of 2m minus 2 into etc. into 4m minus 1 minus 1 is congruent to -1 മോഡുലോ P എന്ന് കിട്ടും. P equal to 4m minus 1 ആയതുകൊണ്ട് ഇതിൽ നിന്നും 2m minus 1 factorial into P minus 2m minus 1 into P minus 2m minus 2 etc. into P minus 1 congruent to -1 മോഡുലോ P എന്ന് കിട്ടും. ഈ ഫോമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രീവിയസ് സ്റ്റെപ്പിൽ അതുപോലെ അറേഞ്ച് ചെയ്തത്. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ടൈം ഒഴികെ ബാക്കി എല്ലാ ടൈംസിൻ്റെയും ഒരു ഫാക്ടർ ആയിരിക്കും P. സോ അവയുടെ സമ്മ് Pയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. P ഫാക്ടർ അല്ലാത്ത ലാസ്റ്റ് ടൈം മൈനസ് ഓഫ് 2m minus 1 ഇൻറ്റു മൈനസ് ഓഫ് 2m minus 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു -1 ആണ്. ദെൻ ഇവിടെ ടോട്ടൽ 2m minus 1 നമ്പേഴ്സ് ഉണ്ട്. എല്ലാതും നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. 2m minus 1 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് അവയുടെ പ്രൊഡക്റ്റ് ഒരു നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും 2m minus 1 factorial into multiple of P minus of 2m minus 1 into 2m minus 2 into etc. into 2 into 1 is congruent to -1 modulo P. 2 into m minus 1 into 2 into m minus 2 into etc. into 2 into 1 എന്നുള്ളത് 2 into m minus 1 factorial ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ 2 into m minus 1 factorial into multiple of P minus 2 into m minus 1 factorial congruent to -1 മോഡുലോ P എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് P ഇൻറ്റു 2m minus 1 factorial ഇൻറ്റു മൈനസ് ഓഫ് 2m minus 1 factorial ഹോൾ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ P. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 2m minus 1 factorial ഹോൾ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ P. അതിൽ നിന്നും 2 into m minus 1 factorial ഹോൾ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ P എന്ന് കിട്ടും. അതായത് 2 into m minus 1 factorial ഹോൾ സ്ക്വയർ -1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ P. അതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്.